നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നടന്ന മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ്സിയും തമ്മിൽ നടന്ന മത്സരം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചും കൂടി ചില കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാനാണ്. ഇത്ര ലേറ്റ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മത്സരം കഴിഞ്ഞ് ഞാൻ ട്രാവൽ ചെയ്ത് വീട്ടിലേക്ക് എത്താൻ ഒക്കെ ടൈം എടുത്തു, ഇന്നലെ കൊച്ചിയിലൊക്കെ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ. അപ്പം ഒരിക്കലും ഇത്രയും ലേറ്റ് ആയെങ്കിൽ കൂടി അത് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചാണ്. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു മത്സരമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എനിക്ക് 3 പോയിൻറ്റ്സാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ ഒരു ഗെയിമിനെ പറ്റി പറയുന്നൊരു സമയത്താണെങ്കിൽ. ഫസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഡിഫൻസിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഫേസിൻ്റെ അവസാന 3 മത്സരങ്ങളിലൊക്കെ നമ്മുടെ ടീം നടത്തിയിട്ടുള്ള പെർഫോമൻസ് അറിയാമല്ലോ, വേറെ ലെവലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളുടെ ആ ഒരു പ്രകടനങ്ങൾ, ഇപ്പം നമ്മൾ തുടർച്ചയായിട്ട് 4 മത്സരങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. അതിൽ നമുക്ക് എന്താണ് പറയാനുള്ളത്? ഡിഫൻസ് തരിപ്പണമായി പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും കാണും. ഇപ്പം എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് പ്രീതം കോട്ടാലിൻ്റെ ഒരു പ്രകടനം. പ്രീതം കോട്ടാൽ അഗെയിൻ റൈറ്റ് ബാക്കിലാണ് കളിപ്പിക്കുന്നത്. സോ അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാകുന്നില്ല. നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഇഗോർ സ്റ്റിമാച്ചിൻ്റെ ഒരു കാര്യം, അദ്ദേഹം റൈറ്റ് ബാക്കിലാണ് നാഷണൽ ടീം പരിഗണിക്കുക. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിന് ശേഷം മുതലാണ് പ്രീത അവിടെ കളിക്കുന്നത്. അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. അദ്ദേഹം സി ബിയിൽ അത്യാവശ്യം ഡീസൻ്റായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അവിടെ ആ സി ബിയിൽ മിലോസും ആൻഡ് ഹോമിപ്പാമാണ് കളിക്കുന്നത്. അത്ര എഫക്റ്റീവ് ആണ്. പ്രത്യേകിച്ച് ഞാൻ ഹോമിപ്പാമിൻ്റെ കാര്യം എടുക്കുന്നത്, അദ്ദേഹം ഒരുപാട് മിസ്റ്റേക്സ് വരുന്നുണ്ട്. ആദ്യത്തെ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് ഡൗൺ ആയിക്കൊണ്ട് നിൽക്കുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. അപ്പം അത് മൊത്തത്തിൽ ഇപ്പോൾ ഞാൻ സ്റ്റേഡിയത്തിലൊക്കെ ഇന്നലത്തെ ഒരു മത്സരം കണ്ടുകൊണ്ട് തന്നെ അറിയാം, അതിനകത്ത് ഇപ്പോൾ ഹോമിപ്പാമും പ്രീതം കോട്ടാലും ഒക്കെ എന്താണ് ക്ലിയർ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ആ ഓഫ് ദ ബോൾ മൊമെൻറ്റിൽ പോലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനുവരി ട്രാൻസ്ഫറിൽ വന്നിട്ടുള്ള താരങ്ങൾ 2 പകരക്കാർ, അതായത് ലൂണയുടെ പകരക്കാരനായി വന്ന ഫെഡോറും അല്ലെങ്കിൽ പെപ്രയുടെ പകരക്കാരനായിട്ട് വന്നിട്ടുള്ള ജസ്റ്റിനും. അപ്പം ഈ ഫെഡറിൻ്റെ കാര്യം എടുക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിലാണ് ഇന്നലെ കളിപ്പിച്ചത്. സോ അദ്ദേഹം ഇച്ചിരിയും കൂടി ഇറങ്ങിയൊക്കെ വന്ന് കളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പ്രശ്നങ്ങളുണ്ട്, ഇപ്പോൾ ദീമിയാറുള്ള കോംബോ വർക്കൗട്ട് ആകാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ, ഇപ്പം അദ്ദേഹം എത്രത്തോളം ഫിറ്റാണ് എന്നുള്ളതിൽ എനിക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. പറഞ്ഞ പോലെ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം പറഞ്ഞാണ്, പക്ഷേ കുറച്ച് മിനിറ്റ്സേ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് മത്സരം വീക്ഷിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതുപോലെ തന്നെ പുള്ളി എനിക്കൊന്ന് കുറച്ചും കൂടി ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡിലേക്ക് കളിച്ചാലായിരിക്കും KBFCക്ക് കുറച്ചും കൂടി ഒരു ഗുണമുണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. ചിലപ്പം അദ്ദേഹം ഈ ഒരു അടുത്തടുത്ത മത്സരങ്ങൾ സ്റ്റെപ്പപ്പ് ചെയ്തേക്കാം. പിന്നെ ഇദ്ദേഹം ഒരു ഇഞ്ചറി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറേ നാൾ കളിക്കാതിരുന്നിട്ടൊക്കെ വരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇത് ഈ ഒരു മത്സരത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതുപോലെ ജസ്റ്റിൻ്റെ കാര്യം എടുത്താൽ ജസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റൊക്കെ ഇട്ട് കളിച്ചു. പക്ഷേ അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ ഒരു ഫോർവേഡ് റോളിലേക്കാൾ അദ്ദേഹം കുറച്ചും കൂടി ഒരു ലെഫ്റ്റിൽ കളിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കളി വരുന്നത്. അല്ലെങ്കിൽ ഒരു വിങ് റോളിലാണ് അദ്ദേഹത്തിൻ്റെ സ്പീഡ് റൺസും അദ്ദേഹം ചില കട്ട് ബാക്സും അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയൊക്കെയാണ് കുറച്ചും കൂടി ഒരു ഇതുള്ളത്. ആൻഡ് സ്കോറിംഗ് പ്ലെയർ തന്നെയാണ്, ആ കാര്യത്തിലും സംശയമൊന്നുമില്ല. ആൻഡ് ദി മെയിൻ തിങ് ഈ ഒരു മത്സരത്തിൽ സംഭവിച്ചത്, ഈ ഒരു മത്സരത്തിൽ പ്ലേയേഴ്സ് കാണിച്ചിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് വളരെ വളരെ മോശം. ഇത്ര ഒരു ശോകം ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടൊരു ഹോം ഗെയിം ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. കാരണം നമ്മൾ ഈ അടുത്ത കാലത്താട്ടൊക്കെ ബാൻ്റെ സീസണൊക്കെ തുടങ്ങിയതിന് ശേഷം എസ്പെഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഹോമിൽ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ആയിരിക്കും. പക്ഷേ ഇത് ചില എവേ മത്സരങ്ങളിലൊക്കെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ്. ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു. അതായത് നമുക്കാണെങ്കിൽ മത്സരം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്റ്റാൻഡിൽ നിന്ന് തന്നെ നമ്മൾ അത്രയും എനർജറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റാൻഡിൽ നിന്ന് പോലും നമുക്ക് ബോറിങ് ആകുന്ന ഫീലിംഗ്, ഭയങ്കര മോശം ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് സക്കായി ആൻഡ് നവോച്ച സിംഗിൻ്റെ ആണ് പെർഫോമൻസ് ഒരു ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കി ഇപ്പോൾ ജിക്സനൊക്കെ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ, ഫ്രെഡ് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. ബാക്കി പ്ലേയേഴ്സിൻ്റെയൊക്കെ ഒരു കാര്യത്തിലെടുത്താലും ആ ഒരു ആറ്റിറ്റ്യൂഡ് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ഈവൻ ആ ഒരു ഇപ്പം അസർ ഒക്കെ ആണെങ്കിൽ സാധാരണ മത്സരങ്ങളിൽ 90+ പാസിംഗ് ആക്രോസി വരുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ആക്രോസി പോലും കഴിഞ്ഞൊരു മത്സരത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് 90-ൽ താഴേക്കൊക്കെ പോയത്. അപ്പം എന്താണ് ആ ഒരു ഗെയിമിൽ സംഭവിച്ചതെന്നുള്ളത് അത് എന്താ പറയുക, കോച്ച് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ക്ലിയർ ചെയ്യേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പം ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടതുണ്ട്. ഈ ഒരു മത്സരത്തെ പറ്റി മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. ഈ ഒരു ഇങ്ങനെയുള്ളൊരു ഗതിയിലേക്ക് വരുമെന്നുള്ളൊരു ഫീലിങ്സ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. കാരണം ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാണ്ട് സൂപ്പർ കപ്പിൽ അപ്രോച്ച് ചെയ്തു, അത് പ്രാക്ടീസ് മാച്ചായിട്ട് കളിച്ചു. സോ അവിടെ നമുക്ക് 2 മത്സരങ്ങളും തോക്കേണ്ടി വന്നു. ആ ഒരു തോൽവിയുടെ മൊമെൻറ്റമാണ് ഇപ്പോൾ നമുക്ക് ISL തുടർച്ചയായിട്ടുള്ള 2ാമത്തെ തോൽവി നേരിടേണ്ടി വരുന്നത്. മാത്രമല്ല, നിങ്ങളൊരു കാര്യമല്ല, ഈ 4 തോൽവികൾ തോറ്റതിൽ 3 മത്സരവും നമ്മൾ ഗോൾ അടിച്ചിട്ട് പിറകിൽ നിന്ന് വന്ന്, അതായത് അവരാണ് ഒപ്പോണൻസ് കംബാക്ക് ചെയ്തിട്ട് ജയിച്ച മത്സരങ്ങളാണ്. ഈ ഒരു ISLൽ നമ്മൾ ഫസ്റ്റ് ഫേസിൽ ഒറ്റ മത്സരം പോലും നമ്മൾ ഒരു ഗോളെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മത്സരം നമ്മൾ വിജയിച്ചിരിക്കും. ഡ്രോ പോലും ആയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് നമ്മൾ 6 പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നത് ISLൽ. അതുപോലെ സൂപ്പർ കപ്പിലെ ഒരു മത്സരത്തിലെ ഒരു വിജയം കൈവിട്ട് കളയുന്നത്.
സോ ഇറ്റ്സ് പെയിൻഫുൾ. സോ ആ ഒരു മൊമെൻ്റൊക്കെ കീപ്പ് ചെയ്യുക. ആ ഒരു അപ്രോച്ചിനെ പറ്റി നേരത്തെ വിമർശനങ്ങൾ ഞാൻ ഉന്നയിച്ചിരുന്നു. സോ അപ്പം പലരും പറഞ്ഞ് ISLലേക്ക് എത്തുമ്പോൾ തിരിച്ചു, പക്ഷേ ആ ഒരു മൊമെൻറ്റം എന്നൊക്കെ ഉള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായും കമ്പൽസറി കണ്ടിന്യൂ